സംസ്ഥാന പാതയിലെ തവനൂർ റോഡ് ജംഗ്ഷനിൽ റോഡ് പൊട്ടിപ്പൊളിഞ്ഞു. ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവ് കാഴ്ചയായി മാറുന്നു. കുണ്ടും കുഴികളും കണ്ടിട്ടും കാണാതെ പോകുന്ന പൊതുമരാമത്ത് വകുപ്പിന് നാട്ടുകാരുടെ താക്കീത്. തൃക്കണാപുരം തവനൂർ റോഡ് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ഒരു സ്ഥലമാണ്. കാരണം തവനൂർ സെൻട്രൽ ജയിൽ, അതുപോലെ തന്നെ കുറേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, തവനൂർ അഗ്രികൾച്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൾപ്പെടെ ഒരുപാട് സ്ഥാപനങ്ങൾക്ക് ഈ വഴിയാണ് കണക്ട് ചെയ്ത് പോകുന്നത്. ഈ നിങ്ങൾ ഈ പുറകിൽ കാണുന്ന ഈ കുണ്ടും കുഴിയൊക്കെ വർഷങ്ങളായിട്ട് ഇവിടെ അങ്ങനെ കിടക്കുകയാണ്. സ്ഥിരമായിട്ട് എന്താണ് പറയുക, മഴ പെയ്ത് മരത്തിന് മുകളിൽ നിന്ന് വെള്ളം വീണിട്ടാന്ന് പറഞ്ഞുകൊണ്ട് ഒരു സൊല്യൂഷൻ രീതിക്ക് ഇവിടെ കട്ട പതിച്ചു. ഈ ഒരു ഭാഗം ഒട്ടും കട്ട പതിക്കാതെ സുരക്ഷിതമായിട്ട് നേരാക്കാതെ കേരളത്തിലെ എല്ലാ റോഡിൻ്റെ അവസ്ഥ നമുക്കറിയാം. എല്ലാ പഞ്ചായത്ത് റോഡുകളും എല്ലാ NH റോഡുകളൊക്കെ ഇത് തന്നെയാണ് അവസ്ഥ. ഇത് വർഷങ്ങളായിട്ട് കിടക്കുകയാണ്. നിരന്തരം ആളുകൾ വന്ന് കുഴി വന്ന് വീഴുകയും കുഴി വെട്ടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വഴി ടിച്ച് ചെയ്ത് പോകുന്ന സമയത്ത് മറ്റ് നടത്തക്കാർക്ക് അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികൾക്ക് അപകടം സംഭവിക്കുന്നു, യാത്രക്കാർക്ക് അപകടം സംഭവിക്കുന്നു. അപകടം ഈ തവനൂർ റോഡ് ജംഗ്ഷനിൽ സ്ഥിരം നിത്യ കാഴ്ചയാണ്. നിർബന്ധമായിട്ടും ബന്ധപ്പെട്ട അധികൃതർ ഒന്ന് കാണിച്ചാൽ ഒരു ദിവസം ഒന്ന് ഓട്ടടക്കലുണ്ടായി. മഴ നിന്ന് പെയ്യുമ്പോൾ വെറുതെ കുറച്ച് പൊടി കൊടുത്തിട്ട് ഓട്ടടക്കൽ, അതൊന്നുമല്ല. കൃത്യമായിട്ട് ഒരു നിർബന്ധമായിട്ടുള്ള സൊല്യൂഷൻ നിർബന്ധമായിട്ട് ഓട്ടടച്ച് വൃത്തിയാക്കി സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. റോഡ് ആക്സിഡന്റ് ഫോറത്തിന്റെ മലപ്പുറം ജില്ലാ വർക്കിംഗ് പ്രസിഡന്റാണ് ഞാൻ. നിരന്തരം ഞങ്ങൾ പല ക്ലാസ്സിലും പോയി പറയുന്നതാണ് ഒരിട്ട് ശ്രദ്ധ, ഒരുപാട് ആയസ്, റോഡ് സുരക്ഷ ജീവൻ രക്ഷ എന്നാണ്. ഇപ്പോൾ റോഡിന് സുരക്ഷിതത്തില്ല, മനുഷ്യന്മാർക്ക് സുരക്ഷിതത്തില്ല. എന്താണ് ഈ നാടിൻ്റെ അവസ്ഥ എന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ ആരെ ഉയർത്താനോ താഴ്ത്താനോ പറയുന്നില്ല. ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കിയ റോഡ് മാറ്റിയേ പറ്റുള്ളൂ, വേറെ നിർവാഹമല്ല. ടാക്സ് അടക്കാനോ ഇൻഷുറൻസ് അടക്കാനോ ഒരു ദിവസം വൈകിയാൽ പെറ്റിയടക്കുന്നു, ഫൈൻ അടക്കുന്നു, അവരെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നൊക്കെ ചെയ്യുന്നു. അത് സൊല്യൂഷനായിട്ട് മാറിയേ പറ്റുള്ളൂ. റോഡ് നന്നാക്കണം. ഞങ്ങൾ കൂട്ടത്തോടൊരു പ്രദേശത്തിന് ഇറങ്ങാൻ പറ്റുക. അപകടങ്ങൾ പതിവായിട്ടും പൊതുമരാമത്ത് തിരിഞ്ഞു നോക്കുന്നില്ല. ഓരോ ദിവസവും കുഴികളുടെ എണ്ണം കൂടി വരികയാണ്. അമിത വേഗതയിൽ വരുന്ന ഇരുചക്രവാഹനങ്ങളാണ് ധാരാളമായി കുഴിയിൽപ്പെടുന്നത്. മഴവെള്ളം നിറഞ്ഞാൽ കുഴിയേതാ റോഡേതാ എന്ന് കാണാൻ പറ്റുന്നില്ല. അടിയന്തരമായി റോഡ് കുഴികൾ അടച്ച് യാത്രാ സൗകര്യം ചെയ്യണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു.